ബാങ്കിങ്ങും പക്ക കസ്റ്റമർ പ്രൊഫൈലും ഒക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. മുടക്കാതെ ഇറക്കാൻ പറ്റും. അല്ലെ 50,000 മുടക്കില് വണ്ടി ഇറക്കാൻ പറ്റുന്ന സാധനമാണ്. 2021 റേഷർ വരുന്ന ബൊലോറോ 7,90,000 രൂപ കൊടുക്കാം. 21 മോഡല് ബൊലേറോ 7,90,000 രൂപയ്ക്ക് ഓഫർ വില എന്ന് പറഞ്ഞാൽ 8,90,000 വരെ ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഇത് നമുക്ക് 4,95,000 രൂപക്ക് കൊടുക്കാം. ലോൺ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലോൺ വേണമെങ്കിൽ ഒരു 3.5 to 4 ലക്ഷം രൂപന്റെ അടുത്തൊക്കെ നമുക്ക് ലോണും ചെയ്യാം. എൻഡോവർ പരമാവധി ആളുകൾക്ക് അറിയില്ല. എൻഡോവറിന്റെ ഇപ്പൊ എൻഡോവർ നമുക്ക് ഡൽഹിയിലും ഇതിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു പ്രൈസിന് കിട്ടുള്ളൂ. എന്നാലും ഇതിലും കുറഞ്ഞ് കിട്ടൂല. ഇന്ന് 16 മോഡൽ എൻഡോവർ 44,000 കിലോമീറ്റർ പനോരമിക് സൺറൂഫ് 4 വീല് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് വണ്ടി. വേറെ അപാകതകളോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വണ്ടിയിലില്ല. വീഡിയോയില് പുതിയ മോഡൽ വരുന്ന ഷിഫ്റ്റിന് 28 കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് പറയുന്നത്. ഡുവൽ എയർ ബാഗ് ഉണ്ടാവില്ല, സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 6,50,000 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. അപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു 1-2 മാസത്തിന് ശേഷം വീണ്ടും വണ്ടൂരുള്ള RB മോട്ടോഴ്സിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-100 മേലെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയുകൊണ്ട് നമ്മളെ കോൾ അതിനോണറിയ സമീർ ഭായ് നമ്മളെ വീട്ടിലേക്ക് സുഖല്ലേ? ആ ലൊക്കേഷൻ പറഞ്ഞേ. മലപ്പുറം ജില്ലയില് വണ്ടൂരാണ് കറക്റ്റ്. അതായത് ഊട്ടി മൈസൂർ റോഡ്, തൃശ്ശൂർ ഊട്ടി റോഡാണ് നമ്മുടെ ലൊക്കേഷൻ. മെയിൻ റോഡ് വെക്കുന്നത്. വണ്ടൂരിന്ന് പെരിന്തൽമണ്ണ റോഡിലേക്ക് പോരുമ്പോ ഒരു 2 കിലോമീറ്റർ മാറി പുളിയക്കോട് പറഞ്ഞ കറക്റ്റ് ഹൈവേ റോഡിന്റെ സൈഡിൽ തന്നെയാണ്. ഈ ലൊക്കേഷൻ വേണമെങ്കിൽ വാട്സപ്പിൽ ഒരു അയച്ചു കഴിഞ്ഞാൽ കാറ്റലോഗ് അയച്ചാൽ അതേപോലെ തന്നെ ലൊക്കേഷൻ അയച്ചു. 3-4 നമ്പർ ഉണ്ട്, വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടുതരും, കാറ്റലോഗിൽ കിട്ടും ചെയ്യും. ചെറിയ വണ്ടി മുതൽ അതായത് 10-60,000 രൂപ മുതലുള്ള വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്കിലുണ്ട്. സെന്നുകളുണ്ട്, മാരുതി ഉണ്ട്, ആൾട്ടോ ഉണ്ട്. സാധാ ചെറിയ വണ്ടികളൊക്കെ പെട്ടെന്ന് കച്ചവടമായി പോകും. നമ്മൾ മാറ്റത്തിൽ എടുക്കുന്ന വണ്ടികളാണ് പെട്ടെന്ന് അതേമാതിരി ആ വിലക്ക് തന്നെ എടുത്തു കൊടുക്കും. അപ്പോ നമ്മൾ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 75 മുതൽ തന്നെ ഉണ്ട്. ഈ 2005 മോഡൽ അലോവിയിലും കാര്യങ്ങളൊക്കെ ഉള്ള ഈ 75 രൂപ കൊടുക്കണ്ടല്ലേ? അടിപൊളി വീലും പുത്തൻ ടയറൊക്കെ ഉള്ള വണ്ടി. ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും അതേമാതിരി ആ ഫോട്ടോസും വിട്ടെടുക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടത്തെ മുതൽ സ്റ്റാർട്ടിംഗ് ഇവിടെ വരുന്നത് ഒരു 1-1.25 മുതലുള്ള അൾട്ടോളൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ? പിന്നെ മാക്സിമം ഫുൾ ലോൺ ആണ്, ക്യാഷ് ബാക്ക് ഉണ്ട്. മാക്സിമം ലോൺ കയറുന്ന വണ്ടികളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാഷ് പർച്ചേസ് ചെയ്യുന്ന വണ്ടികളും പാർക്ക് ആൻഡ് സെയിലുള്ള വണ്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം കുറച്ച് ചെയ്യാൻ പറ്റും. മാക്സിമം ഫുൾ ഓൺ. ഒരുവിധം വണ്ടികൾ മുഴുവൻ ഫുൾ ഓൺ ആണ്. 10 വണ്ടിയിൽ നമുക്ക് 50,000 രൂപയ്ക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നു. കൊടുക്കാം. അമേസുകൾ 1 ലക്ഷം കൊടുക്കും അല്ലേ? അതേപോലെ ഡസ്റ്റർ, എക്സ്യൂവി അങ്ങനെ എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട്. നമ്മൾ കുറെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഒക്കെ വീഡിയോയിലുണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിലേക്ക് കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സമീർ ഭായ്, അപ്പൊ നമ്മളെ ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ വണ്ടിയല്ല അടിപൊളി ഇന്നോവ ഇവിടെ ഇന്നോവ ഇന്നോവ ഒരുപാട് ഇന്നോവ ഉണ്ട്. 10ഓളം ഈ ടൈപ്പ് 4ലുള്ള 10ഓളം വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മാക്സിമം ലോണിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇന്റർകൂളർ വാഹനങ്ങൾ, അതായത് മൈലേജ് കൂടിയ ടൈപ്പുള്ള ഇന്നോവകൾ തപ്പി നടക്കുന്നവർക്ക് ഇന്റർകൂളർ തന്നെ ഒരു 8-9 വണ്ടി ഇന്റർകൂളർ തന്നെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. കയറാനുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ 2011 സെപ്റ്റംബർ വണ്ടി, ഇത് 11 മോഡല് 11 സെപ്റ്റംബർ 9 മാസം വരുന്ന G4 ഇന്റർകൂളർ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം നമുക്കിന്ന് ഓഫറിൽ 4,95,000 രൂപ കൊടുക്കാം. 4,95,000 രൂപക്ക് 2011 ലാസ്റ്റ് മോഡൽ വരുന്ന ഇന്റർകൂളർ ടൈപ്പ് 4 വരുന്ന ഇന്നോവ പക്ക സർവീസ്. 2,30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 80%-90% ടയറും ഉണ്ട്. ഉൾഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. 7 സീറ്റർ ആട്ടോ, മാനുവൽ ആണ്. 7 സീറ്റർ ആണ്. നല്ല ബോഡി ഷേപ്പും ക്വാളിറ്റി ഒക്കെ ഉള്ള വാഹനം. പുത്തൻ സീറ്റ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളും പുറമൊക്കെ നല്ല 5D മാറ്റ് 7D മാറ്റും ഒക്കെ വന്നിട്ടുള്ള വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. ഇത് നമുക്ക് 4,95,000 രൂപക്ക് കൊടുക്കാം. ലോൺ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലോൺ വേണമെങ്കിൽ ഒരു 3.5 to 4 ലക്ഷം രൂപന്റെ അടുത്തൊക്കെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. അല്ല ഒരു എന്തായാലും 1 സംതിങ് എന്തായാലും വേണ്ടി വരും. ഇന്നോവകളൊക്കെ ആവുമ്പോ മാക്സിമം ഫണ്ടിങ് കയറുന്ന വണ്ടികളൊക്കെ 19, 15, 16 മോഡലൊക്കെ വണ്ടികളുണ്ടാവും. 1.25-1.5 ലെവലിലൊക്കെ അതെ അതെ. അടുത്തതും ഇന്റർകൂളർ തന്നെ. ഇതിന് വേറെ പ്രത്യേകത, ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്.
അന്വേഷിച്ചെടുക്കുന്നവർക്ക് വെറും 1,02,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. വിത്ത് കമ്പനി സർവീസ് ഉണ്ട്. ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ 93,000 സർവീസ് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത 1-3 സർവീസിനായിട്ടുണ്ട്. അതും വിത്ത് ഷോറൂം സർവീസ് ആണ്. വി ഓപ്ഷൻ ആട്ടത്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ കുറഞ്ഞ ഇന്നോവ തപ്പി നടക്കുന്നവർക്ക് വേണമെങ്കിൽ അടിപൊളി ചോയ്സ് ആണ് ഈ വാഹനം. അതും 7 സീറ്റർ അല്ല, അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം കേട്ടോ. അതെ അതെ അതെ. ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല. ഇന്റീരിയറും ഔട്ട്സൈഡ് ഒക്കെ ഒരേ കണ്ടീഷനിലും ക്ലിയർ ഉള്ള വാഹനമാണ്. 8 സീറ്റ് അല്ല, 7 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റർ വാഹനമാണ്. ടയർ ഒരു 80% ടയറും 4 ഭാഗവും ക്ലിയർ ആണ്. ഇതിന് ഇൻഷുറൻസ് വന്നിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് 7 ലക്ഷം രൂപ IDV ഉള്ള പുത്തൻ ഇൻഷുറൻസ് അടക്കം ഈ വാഹനം നമുക്ക് കിലോമീറ്റർ കുറഞ്ഞ ഇന്നോവക്ക് ചെറിയൊരു ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് റേറ്റ് കുറച്ച് കിട്ടൂല. ഇത് 8,50,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 13 ലാസ്റ്റ് വരുന്ന ഈ ഇന്നോവ നിങ്ങൾക്ക് വെറും 1,02,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം നമുക്ക് ഈ ഒരു വാഹനം ഈ പ്രൈസിന് കൊടുക്കാൻ പറ്റും. 8.5 ലക്ഷം രൂപക്ക് 13 ലാസ്റ്റ് ഇന്നോവ. ലോൺ നമുക്കൊരു 7 ലക്ഷം രൂപന്റെ അടുത്ത് ലോൺ ചെയ്യും. 7 ലക്ഷം രൂപന്റെ അടുത്ത് ലോൺ കയറും. വീണ്ടും ഇന്നോവ തന്നെയാണ്. ഇത് 2013 അല്ലേ, 13 ലാസ്റ്റ് മോഡൽ ഇന്നോവ തന്നെയാണ്. ഇത് G4 ആണ്. ഇത് ടൈപ്പ് 4 തന്നെയാണ്. ഇതും ഇത് അത് V ആണെങ്കിൽ ഇത് G4 അലേവിയില് ഉണ്ടാവൂല. അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ് ഉണ്ടാവില്ല, സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 6,50,000 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 13 ലാസ്റ്റ് മോഡൽ, 13 7ാം മാസം വരുന്ന ഈ ഇന്നോവ നിങ്ങൾക്ക് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയറും ഉണ്ട്. ഉള്ളും പുറമൊക്കെ. ഇത് 8 സീറ്റ് ആട്ടോ. നമ്മൾ നേരത്തെ 2 വാഹനം കാണിച്ചതും 7 സീറ്റർ ആണ്. ഇത് 8 സീറ്റ് വാഹനമാണ്. ഈ വാഹനം നമുക്ക് ഇന്ന് 2013 ലാസ്റ്റ് വരുന്ന ഇന്നോവ KL58 നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. റീ രജിസ്ട്രേഷൻ ആണ്. ഇന്റീരിയർ ആണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും ഒക്കെ ഒരേ ക്വാളിറ്റിയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ള വാഹനം. ഈ വാഹനം നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 6,50,000 രൂപക്ക് 13 ഇന്നോവ കൊടുക്കാം. അതിന് നമുക്കൊരു 5-5.25 5.5 ഉള്ളില് ലോൺ ചെയ്ത് മാക്സിമം ലോൺ ചെയ്യാം. ഒരു 1 ലക്ഷം 1.5 ലക്ഷത്തിന്റെ ഉള്ളിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതെ, ഡെലിവറി ഉണ്ടല്ലോ. ഈ വാഹനത്തിനൊക്കെ നമ്പർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇത് 2015 V ഓപ്ഷനാണ്. 15 V ഓപ്ഷനിൽ വരുന്ന ഇന്റർകൂളർ ആണ് ഇതും. ഈ 4 വാഹനം കാണിച്ചത് ഇന്റർകൂളർ ആണ്. ഇത് സിൽക്കി ഗോൾഡിൽ വരുന്ന ഇന്നോവ 2015 9ാം മാസം വരുന്ന കമ്പനി ഡയമണ്ട് കട്ട് അലോയില്, കമ്പനി ബോഡി സ്റ്റിക്കർ, അതുപോലെ തന്നെ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. വി ഓപ്ഷനിൽ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് മറ്റേ പുറത്തുനിന്ന് വരുന്ന റീ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം. ഇത് പക്ഷെ വണ്ടി നല്ല ബോഡി ക്വാളിറ്റിയാണ്. 8 സീറ്റ് വണ്ടിയാണ്. 8 സീറ്റും ആണ്. നമുക്ക് അടിപൊളി ലെതർ സീറ്റും നല്ല മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മളെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 2015 ഡയമണ്ട് കട്ട് വീല് ടൈപ്പ് 4 കമ്പനി വരുന്ന നല്ല വൃത്തിയും ക്വാളിറ്റി ഉള്ള വാഹനം. നല്ല ബക്കറ്റ് സീറ്റൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സീറ്റൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുള്ള വാഹനം കേട്ടോ. ഈ വാഹനം നമുക്ക് 9.5 ലക്ഷം രൂപക്ക് 15 ലാസ്റ്റ് ബി ഓപ്ഷൻ ഇന്നോവ 9.5 ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ. വണ്ടി കൊടുക്കാം. 9.5 ലക്ഷം. ലോൺ എത്ര കയറുന്നാല്? ഇത് 8.5 ലക്ഷം രൂപ ലോൺ കയറും. 9 ലക്ഷം രൂപ 9.5 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. 1 ലക്ഷം മുടക്കിൽ വണ്ടി ഇറക്കാം. സിൽക്കി ഗോൾഡ് 15 മോഡൽ വാഹനം. അതേപോലെ ക്രിസ്റ്റ ആയിക്കോട്ടെ. ഇനി ഇത് പക്കാ കേരള രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള വാഹനം. എടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു റീ രജിസ്ട്രേഷൻ വാഹനം എടുക്കുന്ന പ്രൈസ് നമുക്ക് ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാൻ പറ്റും. 2018 അതും Z ടൈപ്പിലോട്ട് മാറ്റിയ വാഹനം. സെഡിലോട്ട് കൺവേർട്ട് ചെയ്തതിന് പക്കാ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1,22,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളത്. ഇൻഷുറൻസ് 14 ലക്ഷം രൂപ IDV ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. ഫ്രണ്ട് 2 പുതിയ ടയർ ഇട്ടുണ്ട്. സർവീസ് ഇപ്പൊ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ട് കൊടുന്നു വെച്ചിട്ടുള്ളൂ. വേറെ മേജർ ആയിട്ടുള്ള അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല. പമ്പർ കാര്യങ്ങളൊക്കെ ടൈപ്പ് 2 ആക്കിയിട്ടുണ്ട്. ഇതും 8 സീറ്റ് ഓട്ടോമാറ്റിക്കില് വരുന്ന വാഹനമാണ്. 8 സീറ്റ് ഓട്ടോമാറ്റിക് ഒരുപാട് അന്വേഷണക്കാർ നമ്മളടുത്ത് വന്നിട്ടുണ്ട്. 8 സീറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്.
ക്രിസ്റ്റ്യൻ ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് ആണ്. അതും നിങ്ങൾക്ക് ഓഫർ റേറ്റില് കൊടുക്കും. 2018 ഇന്നോവ കേരള ക്രിസ്റ്റ നിങ്ങൾക്ക് ഹിസ്റ്ററിയുള്ള വാഹനം, വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹിസ്റ്ററിയുള്ള വാഹനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് പറഞ്ഞാൽ 18 ലക്ഷം രൂപ 19 ലക്ഷം രൂപ. ഇത് 16,90,000 രൂപക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 17,25,000 ചോദിച്ചിട്ടുള്ളത്. ഫൈനൽ റേറ്റ് 16,90 നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ചിലപ്പോ ഒരു 50 രൂപ മുടക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ബാങ്കിങ്ങും പക്കാ കസ്റ്റമർ പ്രൊഫൈലും ഒക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റും. ഇറക്കാൻ പറ്റുന്ന സാധനമാണ്. അതും ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതെ, അടുത്ത വീണ്ടും ഇന്നോവ. ഇതും ഇന്നോവയില് ഇന്റർകൂളർ ആണ്. അത് ഓട്ടോമാറ്റിക് 18 G4 ആണ് ക്രിസ്റ്റ. ഇത് ഇന്നോവ 13 വാഹനം. ഇത് സിംഗിൾ ഓണർ, ഹരിയാനയിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിലവിൽ 5,75,000 രൂപ കൊടുക്കാം. 13 വണ്ടി 5,75,000 രൂപ നിങ്ങളെ പേരിൽ NOC എടുത്ത് തരാം. അതെ, ഇത് നിലവിൽ ഇപ്പോ ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്. കണ്ടീഷനാണ്, വേറെ പെയിന്റ് ടച്ചൊന്നും ചെയ്യാനില്ലാത്ത കണ്ടീഷൻ. പ്രൈവറ്റ് വണ്ടിയാണ്, വന്ന കണ്ടീഷനാണ്. ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ഒന്ന് ചെയ്യാനുണ്ടാവും. പമ്പറിന്റെ തുമ്പത്തൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് 160 ഒറ്റ ഓണർഷിപ്പ് ആണ്. 8 സീറ്റ് ആണ് ഈ ഒരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയറും അലോയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. വില വന്നിട്ടുള്ളത് 5,75,000 രൂപ. 8 സീറ്റ് 13 ലാസ്റ്റ് മോഡൽ വരുന്ന വാഹനം. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി. ലോൺ നമുക്ക് നമ്പർ ആയി കഴിഞ്ഞാൽ ലോൺ നമ്പർ ആക്കിയതിനു ശേഷം ലോൺ ചെയ്ത് നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോൺ ചെയ്യാം. നമ്പർ ആക്കി കൊടുക്കൂലേ? നമ്പർ ആക്കി കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ടാക്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്പർ ആക്കി കൊടുക്കും. എങ്ങനെ കൊടുക്കും? ഇങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ നമ്പർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം. അതെ, ഇതെന്താ കേസ് വെച്ചാൽ നമ്മളിപ്പോ ചില കസ്റ്റമർ പറയും ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മളെ സ്വന്തം RTOXൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു താല്പര്യപ്രകാരമുള്ള ആളുകൾക്ക് ഇപ്പൊ NOC എടുത്തിട്ടില്ല. ഇത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് NOC എടുക്കൽ നിർബന്ധമാവും. ഇപ്പൊ നിലവിൽ NOC എടുത്തില്ല. നേരിട്ട് വിളിക്കുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ തന്നെ NOC ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇപ്പോ മലപ്പുറം ആണെങ്കിൽ മലപ്പുറത്തേക്ക് എടുക്കാം, കോഴിക്കോട് ആണെങ്കിൽ KL 11 എടുക്കാം, KL 60 എടുക്കാം. ഒക്കെ നമുക്ക് ചോയ്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്ത സ്വിഫ്റ്റ് ഡീസൽ ഷിഫ്റ്റ് റെഡ് കളർ VDI ആണ്. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ അപാകതകൾ ഒന്നും വണ്ടിയിലില്ല. അത് A to Z ഹിസ്റ്ററി ഉള്ള വാഹനം. ഒന്ന് പമ്പർ സ്ക്രാച്ച്, ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്ന് ചെയ്യാണ്ട്. ഇത് 2018 ലാസ്റ്റ് 4 പുത്തൻ ടയർ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഷോറൂമിൽ പോയിട്ടുണ്ട്. 1,00,000 സംതിങ് കിലോമീറ്റർ, 1,20,000 1,15 ഒക്കെ വണ്ടി. വേറെ അപാകതകളോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വണ്ടിയിലില്ല. VDIയില് പുതിയ മോഡൽ വരുന്ന ഷിഫ്റ്റിന് 28 കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് പറയുന്നത്. 25-24 കിലോമീറ്റർ കിട്ടാതെ ഈ ഒരു വണ്ടി ഓടലില്ല എന്നുള്ള കാര്യം ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. 2018 ഷിഫ്റ്റ് VDI നിങ്ങൾക്ക് വേണമെങ്കിൽ 5,95,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫൈനൽ റേറ്റ് ആണ് 595. 6,15 ഇത് ചോദിച്ചിട്ടുള്ളത്. 595 ഫൈനൽ കൊടുക്കാം. ഡുവൽ എയർ ബാഗ് വരും, ABS വരും, കമ്പനി സ്റ്റീരിയോ വരും. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സോണിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. 4 പുത്തൻ ടയർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. റിവേഴ്സ് ക്യാമറ, സെൻസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം 5,95,000 രൂപക്ക് ഫുള്ള് ലോൺ ചെയ്തിട്ടുണ്ട്. ഓഫർ പ്രൈസിന് 12 ലാസ്റ്റ് വരുന്ന XUV500 5,25,000 30,000 വില ഉള്ള വാഹനം ഇന്ന് 4.5 ലക്ഷം രൂപക്ക് ഫൈൻ കൊടുക്കാം. 4.5 ലക്ഷം. ഒരു റീപ്ലേസ് വണ്ടിയിലില്ല, ആക്സിഡന്റ് ഇല്ല, പക്കാ ഹിസ്റ്ററി ഉള്ളതാണ്. വേറെ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വണ്ടിയിലില്ല. ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് W80 8 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. അതെ, വണ്ടി നല്ല ഉള്ളും പുറക്കെ നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും ലെതർ സീറ്റ് വരും, 8 എയർ ബാഗ് വരും. അതുപോലെ തന്നെ ABS ബ്രേക്ക് വരും, സ്റ്റാരിംഗ് കൺട്രോള്, എല്ലാ ഓപ്ഷനും വരുന്ന ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. അതെ അതെ. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 5-5.25 വില ഉള്ള വാഹനമാണ്. നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. ഒരു റീപ്ലേസ് ഇല്ലാന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഫ്രണ്ട് ഗ്ലാസ് പോലും മാറിയിട്ടില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 50% താഴെയാണ് ടയർ ഉള്ളത്. അപ്പോ W8 12 കേരള വണ്ടി. ഈ ഒരു വാഹനം 4.5 ലക്ഷം രൂപയിൽ
ഒരു 3 to 4 ലക്ഷം രൂപന്റെ അകത്ത് ലോൺ ചെയ്യും. ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10-60,000 മുടക്കിൽ വണ്ടി എടുക്കാം. പ്രൊഫൈലാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത്. അത് എന്താണ് വേണം, ബാങ്കിങ്, സിബിൽ സ്കോർ, ഇൻകം പ്രൂഫ്, ഈ 3 കാര്യവും നിർബന്ധമായിട്ട് വേണം. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്ത്. ഇപ്പൊ ഡീസൽ മാത്രം മൈലേജ് ഒരു 14 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും. W8 ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. W6ഉം 4ഉം 8 ഇതൊക്കെ ഉണ്ടാവും, 2 ഒക്കെ ഉണ്ട്. അതല്ലത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ഒറിജിനൽ കേരള വണ്ടി 12 ആണ്. അതെ, അതേമാതിരി വീണ്ടും ഒരു ഇന്നോവ അല്ലേ? വീണ്ടും ഇന്നോവ ചെയ്തോണ്ടി. ഇത് വി ആണ് വരുന്നത്. കമ്പനി അലവിയിൽ ഒരു ഒഴിവാക്കിയിട്ട് നല്ല അടിപൊളി ഡയമണ്ട് കട്ട് വീല് ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷനിൽ ഇന്നോവ സിൽക്കി ഗോൾഡിൽ തപ്പി നടക്കുന്നവർക്ക് ടൈപ്പ് 4 2010 ഡിസംബർ വരുന്ന വാഹനം 5,20,000 രൂപ കൊടുക്കാം. 5 രൂപ കൊടുക്കാം. അതും ഇന്റർകൂളർ ആണ്. 2000 ലോണിന്റെ ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഇത് നിലവിൽ തേർഡ് പാർട്ടി ഉണ്ടാവും. ഫസ്റ്റ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ഒരു 3 ലക്ഷം 3.5 ലക്ഷം വരെ ലോൺ ചെയ്തു. അത് നിങ്ങളെ പ്രൊഫൈൽ അനുസരിച്ച് 8 സീറ്റ് വാഹനമാണിത്. 2010 മോഡല് നമ്പർ ആയതാട്ടോ. ടയർ കണ്ടീഷനും ഓക്കെയാണ്. നല്ല അടിപൊളി വീലും നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല വൃത്തിയുണ്ട്. ഉള്ളും പുറവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ ഞാൻ അത്ര കണ്ടീഷൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. സീറ്റ് കവർ ഒന്ന് സീറ്റ് കവർ ഇടാൻ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലെതർ സീറ്റ് തന്നെ കിട്ടും. ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മളതായ രീതിയിൽ ചെയ്യാം. ഇത് 8 സീറ്റ് വാഹനമാണ്. അപ്പൊ ഈ എടുക്കുന്ന കസ്റ്റമർക്ക് ടെൻഷൻ വേണ്ട. 8 ആളുകൾക്ക് സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റും. അതും വി ഓപ്ഷൻ ആകുമ്പോൾ സ്റ്റാരിംഗ് കൺട്രോൾ വരും. അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ് വരും, ABS, അലോയില്, ബാക്ക് വൈപ്പർ, കമ്പനി സ്റ്റീരിയോ ഒഴിവാക്കിയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഇന്നോവയാണ് നിങ്ങൾക്ക് 5,20,000 രൂപ കൊടുക്കുന്നത്. അതും നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്, റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ടൈപ്പ് 4 സിൽക്കി ഗോൾഡ് ഫുൾ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വാഹനം. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ 2010 മോഡല് പക്ക കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ നമ്മള് ഈ ഡയമണ്ട് കട്ട് ഇത് കമ്പനി വരുന്ന വീലാട്ടോ. 2010 ഒരു എക്സ്ട്രാ ചെയ്തിട്ടുള്ള വീലാണ്. നല്ല പുത്തൻ ടയറുണ്ട്, അലോയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള 2010 ലാസ്റ്റ് വരുന്ന സ്റ്റിക്കർ വർക്കാണ്. വേണമെങ്കിൽ കസ്റ്റമർക്ക് ഒഴിവാക്കാം. ടൈപ്പ് 4 ആണ്. സ്റ്റേറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 4,70,000 രൂപക്ക് ഒറിജിനൽ കേരള വാഹനം കൊടുക്കാം. 260 ഓടിയിട്ടുണ്ട്, 265 ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വാഹനം G4 ആണ്, ടൈപ്പ് 4 ആണ്. വിന്റെ എക്സ്ട്രാ അലോയിലും ചെയ്തിട്ടുണ്ട്. 8 സീറ്റ് വാഹനമാണ്. 8 സീറ്റ് അല്ല, 7 സീറ്റ് ആണ്. 8 സീറ്റ് ചെയ്തതാണ്. 2010 ലാസ്റ്റ് വരുന്ന ഇന്നോവ നിങ്ങൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. പുതിയ ഇൻഷുറൻസ് എടുത്തെടുക്കാം, എല്ലാം ക്ലിയർ ആക്കി കൊടുക്കാം. 4,70,000 രൂപക്ക് 4,70,000 രൂപക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് 5 വർഷത്തെ പേപ്പർ എടുത്തു കൊടുക്കാം. ലോൺ നമുക്കൊരു 3 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്യാം. 3 ലക്ഷം 2 രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കി. അടുത്ത വണ്ടി ക്രിസ്റ്റകള് 2019 മോഡല് വരുന്ന 64,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള ക്രിസ്റ്റ തപ്പി നടക്കുന്നവർക്ക് ഒരു ഓഫർ പ്രൈസ് 19 ക്രിസ്റ്റ നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ആകെ ജെനുവിൻ കിലോമീറ്റർ. ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മുടെ അടുത്ത് PDF ഉണ്ട്. നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ചെക്ക് ചെയ്യാം. വണ്ടിയുടെ ഹിസ്റ്ററി അതും 2019 1-ാം മാസം 19 2-ാം മാസം മുതലുള്ള ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ ഹിസ്റ്ററി നമുക്ക് PDF എടുത്ത് കൊടുക്കാൻ പറ്റും. ഇത് 17 ലക്ഷം രൂപ കൊടുക്കാം. 17 ലക്ഷം രൂപ ക്രിസ്റ്റ കൊടുക്കാം. 17 ലക്ഷം രൂപ ക്രിസ്റ്റയാണെന്ന് മാത്രമല്ല 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ അടുത്ത് ഫിറ്റിംഗ്സ് ഉണ്ട് വണ്ടി. അതുപോലെ തന്നെ സ്റ്റെപ്പ് വുഡ് സ്റ്റെപ്പ് ഉണ്ട്. ഇത് G+ ആട്ടോ. ഇത് വരിക G+ 360 ക്യാമറ, സ്റ്റാരിംഗ് കൺട്രോള് കമ്പനി വരും. അതുപോലെ തന്നെ 64,235 കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി റെക്കോർഡ് ഉണ്ട്. സെഡിന്റെ മറ്റേ ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. വുഡിങ് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ Z ടൈപ്പ് വന്നിട്ടുണ്ട്. അടിപൊളി ലെതർ സീറ്റ്, 70 മാറ്റ്, അതിന്റെ താഴെ ലെതർ ഫ്ലോർ മാറ്റ് ഉണ്ട്, ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള വാഹനം. ഒരു റീപ്ലേസ് ഓഫ് ഫ്ലഡോ ആക്സിഡന്റോ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയർ, പുത്തൻ ടയർ 4 അതുപോലെ തന്നെ ബാക്കത്തെ TRല് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള 4 പുതിയ ടയർ. 7 സീറ്റ് 7 സീറ്റർ വാഹനമാണ്. സീറ്റിനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 17 ലക്ഷം രൂപ കൊടുക്കാം. 17 ലക്ഷം രൂപ കൊടുക്കാം. ഫിറ്റിംഗ്സ് ഉള്ള വാഹനം, അത്രയും ഫിറ്റിംഗ്സ് ഉള്ള വാഹനം 17 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും.
ഇത് 360 ക്യാമറ ടൈപ്പ് 2 കമ്പനി വരുന്ന വാഹനമാണ്. ടൈപ്പ് 2 കമ്പനി വരുന്ന വാഹനം. 360 ക്യാമറ KL35 പുത്തൻ ഇൻഷുറൻസ് 17 ലക്ഷം രൂപ ID 16 ലക്ഷം രൂപ ID ഉണ്ട് എടുത്തു കൊടുക്കാൻ പറ്റും. കാരണം ഇൻഷുറൻസ് 2 ദിവസം കൊണ്ട് തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് 17 ലക്ഷം രൂപ ID ഉള്ള 16 ലക്ഷം രൂപ ID ഉള്ള ഇൻഷുറൻസ് എടുത്തിട്ട് 17 ലക്ഷം രൂപ വണ്ടി 15 ലക്ഷത്തിന്റെ താഴെ കിട്ടുള്ളൂ. വണ്ടിയുടെ വാഹനങ്ങളൊക്കെ 15 ലക്ഷത്തിന്റെ താഴെ ലോൺ കിട്ടുള്ളൂ. എന്തായാലും ചെയ്ത് കൊടുക്കും, ആൾക്കാരുടെ ഡെലിവറി കൊടുക്കും. മൈലേജ് ഓട്ടോമാറ്റിക് ആണിത്. ഓട്ടോമാറ്റിക് എന്തായാലും 10 to 12 കിലോമീറ്റർ മൈലേജ് കിട്ടും. മാനുവൽ നമ്മുടെ അടുത്തുണ്ട്. BS6 എഞ്ചിൻ വരുന്ന മാനുവൽ നമ്മുടെ അടുത്തുണ്ട്. അത് നമ്മളടുത്ത് കാണിക്കാം. അതും 57,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. അത് ഒറിജിനൽ കേരള വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. ഇത് 2022 ലാസ്റ്റ് വരുന്ന വാഹനം. പുതിയ വണ്ടിക്ക് 1690 16.25 വരുന്നിട്ടുള്ള വാഹനമാണ്. എക്സ്ട്രാ ഒരു 1.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള ഡീസൽ ഓപ്ഷനാണ്. ഡീസലാണ് 1.5 വരുന്ന ഡീസൽ ക്രെറ്റ EX എന്നുള്ള വേരിയന്റ്. സ്റ്റാരിംഗ് കൺട്രോള്, കമ്പനി ടച്ച് സ്ക്രീന്, എക്സ്ട്രാ ലെതർ സീറ്റ് കവർ കാര്യങ്ങൾ, 4 ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. റീപ്ലേസ് ഇല്ലാത്ത ഈ ഒരു വാഹനം നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു വാഹനം നമുക്കിന്ന് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് 11.25 ലക്ഷം രൂപ കൊടുക്കാം. 11,75,000 കൊടുക്കാൻ പറ്റും. അത് നല്ല ഗ്യാരണ്ടി വണ്ടിയാണ്. അതെ, എല്ലാ വണ്ടി ഗ്യാരണ്ടി ആണ്. കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ്. ഡീസലാണ്. അതും പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനം. ബ്ലാക്ക് കളർ. ഏറ്റവും കൂടുതൽ ആളുകൾ ബ്ലാക്ക് കളർ തപ്പി നടക്കുന്നവരാണ്. ബ്ലാക്ക് കളറുള്ള വാഹനം. ഷോറൂം കണ്ടീഷനിൽ വണ്ടികൾ കൊടുക്കാം. അതിലേറെ വില കുറച്ചില്ലേ? ഷോറൂമിനേക്കാൾ ഒരു 4-4.5 ലക്ഷം രൂപന്റെ വ്യത്യാസത്തിൽ നമുക്ക് വണ്ടി കൊടുക്കും. 22 ലാസ്റ്റ് മോഡല് ക്രെറ്റ. അതും ഫാൻസി നമ്പർ 1331 എന്നുള്ള ഫാൻസി നമ്പറിൽ കൊടുക്കും ചെയ്യാലോ. അതെ അതെ. ഒരു 1 ലക്ഷം രൂപ ഇറങ്ങുമോ? 1 ലക്ഷം രൂപ വേണ്ട ആവശ്യമില്ല. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും ബാങ്കിങ്ങും ഇൻകം പ്രൂഫും ഉള്ള കസ്റ്റമർ ആണെങ്കിൽ, സിബിലും ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്തു മുടക്കാതെ അടിപൊളി ബ്ലാക്ക് എഡിഷൻ ക്രെറ്റ കൊടുക്കാം. അത് മോഡലുള്ള വണ്ടി. ലാസ്റ്റ് വണ്ടി. അതെ അതെ അതെ. അതേമാതിരി അടുത്ത് ക്രിസ്റ്റ 2020 കേരള വാഹനം. ഒറിജിനൽ കേരള വാഹനമാണ്. ചെറിയ ക്ലെയിം ഉള്ള വാഹനമാണ്. കമ്പനിയിൽ നിന്നല്ല, ഹിസ്റ്ററിയില് ക്ലെയിം ഇല്ല. പുറത്തുനിന്നാണ് ക്ലെയിം എടുത്തിട്ടുള്ളത്. വണ്ടിയുടെ വില 23 ലക്ഷം രൂപയാണ്. ഈ വണ്ടിയുടെ 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ വില ഇന്ന് 18,90,000 രൂപ കൊടുക്കും. 57,000 കിലോമീറ്റർ 50,000ന്റെ സർവീസ് ഷോറൂമിൽ നിന്ന് 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 360 ക്യാമറ 8 സീറ്റ് വരുന്ന മാനുവലില് BS6 അതായത് ഹാർഡ് ബ്ലൂ കാര്യങ്ങളൊക്കെ വരുന്ന BS6 എഞ്ചിൻ വരുന്ന ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ ക്ലെയിം ഉള്ള വാഹനമാണ്. 18,90 കൊടുക്കുക. ഫുള്ള് ലോൺ ചെയ്തു. ഫുള്ള് ലോൺ അതെ അതെ. ഇന്നോവ ലോ കിലോമീറ്റർ കമ്പനി സർവീസ്. അതും എക്സ്ട്രാ മറ്റേ 360 ക്യാമറ ടൈപ്പ് 3 കൺവേർഷന് 4 പുത്തൻ ടയർ കമ്പനി സർവീസ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2020 വാഹനം. 20 മോഡൽ വണ്ടിയിലെ. അതെ, വണ്ടി വെൽ പുത്തൻ മണം മാറിയിട്ടില്ല. അതെ, ഷോറൂമിൽ അതേ കണ്ടീഷനിൽ വണ്ടി ഇറക്കാൻ പറ്റും. വില കുറച്ചിട്ട് കൊടുക്കും ചെയ്യാം. അതെ അതെ. ഉൾഭാഗമൊക്കെ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി. പുത്തൻ വണ്ടിയുടെ അതേ ഫീലോട് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. 8 സീറ്റ് വണ്ടി കൂടിയാണ്. 8 സീറ്റ് വാഹനമാണ്. ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ. പുതിയ ഇൻഷുറൻസ് അടക്കം നമുക്ക് 18,90 വണ്ടി കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത്. ഫുൾ ലോൺ അല്ല, മുടക്കാതെ വണ്ടി ഇറക്കാൻ പറ്റും. റീപ്ലേസ് എന്താണ്? റീപ്ലേസ് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ബോണ്ട് റീപ്ലേസ് ഇല്ല, ഗ്ലാസ് റീപ്ലേസ് ആണ്. അത് കമ്പനി നല്ല ചെയ്തിരുന്നത്, പുറത്തുനിന്നാണ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കണ്ടല്ലേ? പൈസ മറക്കാൻ പറ്റും. അത് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 2025 5 മാസം വരെ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ള വാഹനം. അടുത്ത വണ്ടി ബൊലേറോ അല്ലേ? അതെ. 2021 റേഷർ വരുന്ന ബൊലേറോ 7,90,000 രൂപ കൊടുക്കാം. 21 മോഡൽ ബൊലേറോ 7,90,000 രൂപയ്ക്ക് ഓഫർ വില എന്ന് പറഞ്ഞാൽ 8,90,000 വരെ ലോൺ ചെയ്യാം. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ഇനിയിപ്പോ ബിസിനസ്സുകാരാണെങ്കിൽ ടെൻഷനും വേണ്ട. അതായത്
2021 രജിസ്റ്റർ, 20 മാനുഫാക്ചർ, സിംഗിൾ ഓണർ, ഇപ്പോഴും B2B ഇൻഷുറൻസ് ഉള്ള വാഹനം. ഒരു ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും വണ്ടിയിലില്ല. കമ്പനി എന്നല്ലാതെ ഒരു നെട്ട് പോലും സർവീസ് ചെയ്തിട്ടില്ല. B6 എന്നുള്ള BS6 എഞ്ചിൻ വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് വേരിയന്റ് B6 ഓപ്ഷൻ ആണ്. അതില് മറ്റേ എയർ ബാഗ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ബാക്കിൽ വൈപ്പർ കുറവുണ്ടാവും ഇതിന്. ഈ ഒരു വാഹനം B6 ആണ്. ഇതിന്റെ മുകളിൽ B6 ഓപ്ഷനിലാവുമ്പോ ബാക്കിൽ ഒരു വൈപ്പർ ഉണ്ടാവും. അത്ര മാത്രമേ മാറ്റുള്ളൂ. വൈപ്പറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ് പോയിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് 7,90,000 രൂപ കൊടുക്കാം. 7,90,000 വണ്ടി കൊടുക്കും. മാത്രമല്ല 8,90,000 രൂപ ലോൺ ചെയ്യാം. ബാങ്കിങ്ങും ഇൻകം പ്രൂഫും സിവിലും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർക്കാണ്. അല്ലാത്ത കസ്റ്റമർക്ക് ലോൺ അത്ര കയറൂല. ഫുള്ള് ലോണേ കിട്ടുള്ളൂ. ഏത് കസ്റ്റമർക്കാണെങ്കിൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ അല്ല, ഗ്യാരണ്ടി ആണ്. B6 BS6 ആർട്ട് ബ്ലൂ അടക്കം വരുന്ന വാഹനം. അത് ആർട്ട് ബ്ലൂ വരുമ്പോ മൈലേജ് കുറച്ച് കൂടും. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് നമുക്ക് പറയാനുള്ള കസ്റ്റമർ. എത്ര മൈലേജ് ഇത് 18 ആ റേഞ്ചില് മൈലേജ്. ലോങ് പോകുമ്പോ അതിലും കൂടുതൽ കിട്ടും. സീറ്റർ, സിംഗിൾ ഓണർ, ഒരു ക്ലെയിമോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഗ്യാരണ്ടി വണ്ടി. കമ്പനി ഹിസ്റ്ററി, മൊത്തം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് PDF ആയിട്ടുണ്ട്. ഇനി അതുമല്ല, ഇപ്പോഴും B2B ഇൻഷുറൻസും ഉണ്ട് വണ്ടിയിൽ. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി ഉണ്ട്. അതേമാതിരി തന്നെ മറാസോ ഇതും ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 2018 മോഡല് M8 ഏറ്റവും ടോപ്പ്. M6, M4, M2 ഒക്കെ ഉണ്ട്. ഇത് M8 ഏറ്റവും ടോപ്പ് വേരിയന്റ്. കമ്പനി ലെതർ സീറ്റ് ഒക്കെ വരുന്ന ഡയമണ്ട് കട്ട് അലോയ് 17 സൈസ് വീലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇത് നമുക്ക് 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 8.25 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 8.25 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. മൈലേജ് ആണെങ്കിൽ 17 കിലോമീറ്ററിന് അടുത്ത് മൈലേജും കിട്ടും. മൈലേജും ഉണ്ട്. ഫാമിലിക്ക് പറ്റിയ വണ്ടിയില്ല. അതെ. പൈസ ഇല്ലെങ്കിലും വണ്ടി കൊണ്ടുപോകാം. ഉഷാറായിട്ട് കൊടുക്കാൻ പറ്റും. റീപ്ലേസുകളൊന്നും റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ഒരു പരിപാടിയില്ല. ഗ്യാരണ്ടി ആണല്ലോ. അതെ. ഇതൊക്കെ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കൂലേ? ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാല് വേറെ റീപ്ലേസ്, ആക്സിഡന്റ് ഇല്ല, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 2018 വാഹനാണ്. 18 ഏറ്റവും ടോപ്പ് എൻഡ്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, ഡയമണ്ട് കട്ട് വീല്, സീറ്റ്, ലെതർ സീറ്റ് ഒക്കെ വരുന്ന ഈ ഒരു വാഹനമാണ് ഓഫർ റേറ്റിന് കൊടുക്കുന്നത്. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള. അതെ. എൻഡോവർ പരമാവധി ആളുകൾക്ക് അറിയില്ല. എൻഡോവറിന്റെ എൻഡോവർ നമുക്ക് ഡൽഹിയിലും ഇതിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഈ ഒരു പ്രൈസിന് കിട്ടുള്ളൂ. എന്നാലും ഇതിലും കുറച്ച് കിട്ടൂല. ഇന്ന് 16 മോഡൽ എൻഡോവർ, 44,000 കിലോമീറ്റർ, പനോരമിക് സൺറൂഫ്, 4 വീല്, മാനുവൽ അല്ല ഓട്ടോമാറ്റിക്. അതും ബ്ലാക്ക് കളറില്, ഫുൾ ബ്ലാക്കില്, നല്ല അടിപൊളി വണ്ടി. അതെ. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 16 ലക്ഷം രൂപ കൊടുക്കാം. 16 ലക്ഷം രൂപ. ഇതിന് 2 കംപ്ലൈന്റ് നിലവിലുണ്ട്. ABS-ന്റെ സെൻസറും കംപ്ലൈന്റ് ഉണ്ട്, ഓയിൽ കൂളറിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഏറി പോയാലും അത് രണ്ടും പാടെ 25,000 രൂപ തീരും. ഈ ഒരു വാഹനം നമുക്ക് 16,90,000 ഇട്ടിട്ടുണ്ടായിരുന്നത്. 16,000 വണ്ടി കൊടുക്കാൻ പറ്റും. 16 ലക്ഷം രൂപയ്ക്ക് 16,50,000 കൊടുക്കാം. അതെ. നല്ല അടിപൊളി വണ്ടിയില്ല. അതെ. 2016 ലാസ്റ്റ്. ഇത് നമ്പറായിട്ടുള്ള വണ്ടിയാട്ടോ. നമ്പറായ വണ്ടിയാണ്. ഇത് 16 മോഡല് 17 തന്നെ കേരളത്തിൽ വന്ന് 17 തന്നെ നമ്പർ ആയിട്ടുണ്ട്. സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്, പനോരമിക് സൺറൂഫ്, 7 സീറ്റർ ആണ് വരുന്നത്. മുകളിൽ മൊത്തം പനോരമിക് സൺറൂഫാണ് വരിക. ഫുൾ റൂഫ്, ആകാശം കണ്ടിങ്ങനെ പോകാം. അതെ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 പുത്തൻ ടയർ ഉണ്ട്. ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് 17 ലക്ഷം രൂപ IDV പുതിയ ഇൻഷുറൻസ് ഉണ്ട്. എടുക്കുന്നവർ പണി വണ്ടിക്ക് ഈ 2 കംപ്ലൈന്റുകൾ. ആക്സിഡന്റ് ഉണ്ട് വണ്ടിയിൽ. ബോണ്ട് അല്ല പമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ എയർ ബാഗ് റിമൂവ് ഉണ്ടായിരുന്നു. ആ ഒരു കംപ്ലൈന്റ് ഉണ്ട് നിലവിൽ. വേറെ മേജർ ലോൺ എത്ര കയറുമ്പോ 12,50,000 to 13 ലക്ഷം വരെ ലോൺ കയറും. മാക്സിമം ലോൺ കയറും. 12 to 13 ഉള്ളിൽ ലോൺ കയറും. സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമർ ആണ് 10 ലക്ഷത്തിന്റെ മുകളിലാവുമ്പോ സിബിൽ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യാൻ പറ്റും. ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക്കിന് ഈ ഒരു വാഹനത്തിന് ഒരു 10 to 11 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ്. 12 മൈലേജ് 10 to 12 അതിന്റെ ഉള്ളിൽ മൈലേജ്. അടുത്ത വണ്ടി ഹോണ്ട BRV ആണ്. ഹോണ്ടയുടെ BRV തന്നെ
ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയ ഗ്രേപ്പ് റെഡ് കളർ, മുന്തിരി കളർ വണ്ടി. 7 സീറ്റർ ആണ്. ഫുൾ ഓപ്ഷൻ VX എന്നുള്ള ഏറ്റവും ടോപ്പ് എൻഡില് VX എന്നുള്ള ഓപ്ഷൻ ആണിത്. കമ്പനി ലെതർ സീറ്റ്, കമ്പനി സ്റ്റാരിംഗ് കൺട്രോള്, ക്രൂസ് കൺട്രോള്, എല്ലാ ഓപ്ഷനും വരുന്ന വാഹനം. ഇത് 2016 ലാസ്റ്റ് ആണ് വണ്ടി. 16 ലാസ്റ്റ് മുതൽ 25 ലാസ്റ്റ് വരെ കമ്പനി സർവീസ് ആണ്. ഒറ്റ സർവീസ് പോലും ഡിയോ ഒന്നും പോയിട്ടില്ല. കമ്പനി അല്ലാതെ ഒരു സർവീസും ചെയ്തിട്ടില്ല. ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ്, ഫുൾ ഓപ്ഷൻ ആണ്. അതും അടിപൊളി ലെതർ സീറ്റ് കമ്പനി വരും, സ്റ്റാരിംഗ് കൺട്രോൾ വരും, ഇതൊക്കെ വരുന്ന വാഹനം. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 7,65,000 രൂപ കൊടുക്കാം. അതും ടച്ച് സ്ക്രീന്. വണ്ടി എടുത്തിട്ട് കസ്റ്റമർക്ക് ഒരു 100 രൂപന്റെ പണിയില്ല. സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു 2000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ, അത്ര ഓടിയിട്ടുള്ളൂ. ഈ ഒരു വാഹനത്തിൽ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 1 രൂപ ഇല്ലാതെ ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണില് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ BRV ഒറിജിനൽ കേരള വാഹനം. അതും അത്യാവശ്യം ഫാൻസി നമ്പറുമാണ്. അതെ, വണ്ടി നമുക്ക് ഫുള്ള് ലോണിൽ ചെയ്തെടുക്കാം. 1 രൂപ മുടക്കില്ല. ഡീസൽ 24 കിലോമീറ്റർ ആണ് ഡീസലിൽ മൈലേജ് പറയുന്നത്. എങ്ങനെ പോയാലും ഒരു 20 അബോ മൈലേജ് കൺഫേമാണ്. അപ്പൊ 7 സീറ്ററിൽ ഇത്രയും മൈലേജ് ഉള്ള ഒരു വാഹനം ഫുള്ള് ലോണിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. അതെ, ആ കേരള ഡെലിവറി കൊടുക്കാം. അതെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി പിടിക്കണം.